ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പോന്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പോകാൻ യാത്ര ഒരുങ്ങുന്ന സമയത്ത് ലക്ഷ്മി ദേവതയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയായിട്ട് എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ ഒരു ഗതിയിൽ കാണാൻ അമ്മയ്ക്ക് സാധിക്കില്ല, മോക്കടെ അസുഖം എത്രയും വേഗം ഭേദമാകാനായിട്ട് അമ്മ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഈ അമ്മ എപ്പോഴും ഇങ്ങനെ അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ദേവ് പോവുകയാണ്. ദേവതയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലുമാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നീലിമ സുധിയിൽ നിന്ന് തൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല പദ്ധതി തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് പാർപ്പിക്കുക, അതിന് ശേഷം ശ്രുതിയിൽ നിന്ന് 50 ലക്ഷം രൂപ തിരികെ മേടിക്കുക. ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നീലിമ സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പ്രശസ്തനായിട്ടൊരു ഗുണ്ടയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു കൊട്ടേഷൻ തരാനായിരുന്നു, പേരൊന്നും പറയുകയില്ല, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്നെ മേഡം എന്ന് വിളിച്ചോളൂ എന്ന് നീലിമ പറയുന്ന നേരത്ത് പേരൊന്നും ഞങ്ങൾക്ക് അറിയേണ്ടതില്ല, പിന്നെ ഞങ്ങളെപ്പോലെ ഉള്ളവർ വിളിക്കുന്നത് കൊട്ടേഷൻ ഏൽപ്പിക്കാനാണെന്ന് മേഡം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്താണെന്ന് പറഞ്ഞോളൂ, പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ തിരക്കാണ്, 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം കോള് കട്ടിയാട്ട. നീലിമയാണെങ്കിലും സുധി, നിനക്കുള്ള ചതി ഞാൻ ഒരുക്കി കഴിഞ്ഞ് നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച 50 ലക്ഷം രൂപ അത് തിരികെ മേടിച്ച നീലിമിനെ തിരികെ പോവുകയുള്ളൂ എന്നും പറഞ്ഞൊരു ഉറച്ച തീരുമാനത്തോടു കൂടി, അതായത് വാശിയോട് കൂടി നിൽക്കുകയാണ് നമ്മുടെ നീലിമ. പിന്നീട് കാണിക്കുന്ന രവിക്ക് വേണ്ടിയിട്ട് ചായ ഇട്ടോണ്ട് വരികയാണ്. രേവതി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മോളിത് കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് എൻ്റെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം മോക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ ബോറടിക്കുകയാണ്. ചന്ദ്രൻ ഉണ്ടാകും ചെറിയൊരു നേരം പോക്കെങ്കിലും ഉണ്ടായിരുന്നു, ഇടയ്ക്കെങ്കിലും വന്ന് നിന്നെ ചീത്ത പറയാനാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നേനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രേവതി ഇത് ചിരിക്കുകയാണ്. അതിനുശേഷം ഇതുവരെ എന്തൊക്കെയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ വീൽ ചെയറുമായിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കാണുന്ന നേരത്തെ രവി പറയുന്നത്, ഞാൻ ഈ വീൽ ചെയർ മേടിച്ചോ, എനിക്ക് തോന്നിയിരുന്നു നീ ഇന്ന് മേടിക്കുമെന്ന് എന്നൊക്കെ രവി പറയുന്നുണ്ട്. അതിനുശേഷം രവിയും സച്ചിയും കൂടി രേവതിനെ വീൽ ചെയറിലേക്ക് ഇരുത്തുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് രേവതി പറയുന്നത്, എന്തായാലും ഇത് നന്നായി, എനിക്കിനി ഇവിടെ ഇരുന്നുകൊണ്ട് പൂ കെട്ടാലോ, സച്ചേട്ടാ പൂ മേടിക്കുന്ന മാർക്കറ്റിലെ ചേച്ചിനെ വിളിച്ചതിന് ശേഷം പൂക്കളെല്ലാം ഓർഡർ ചെയ്തോളാൻ പറയുന്ന നേരത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇവളെ ബെഡിലേക്ക് തന്നെ കടത്തട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് രവി ചോദിക്കുന്നത്. മറ്റൊന്നുമില്ല, അവളെ ഇതിലേക്ക് കയറി ഇരുന്നപ്പോൾ തന്നെ അവൾ പണി ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്, മോളെ 6 ആഴ്ച എന്ന് പറഞ്ഞ് 6 ആഴ്ച തന്നെ റെസ്റ്റ് എടുക്കണം, നല്ല റെസ്റ്റ് ഇതിന് ആവശ്യമാണ് എന്നൊക്കെ രവി പറയുന്നുണ്ട്. അതിന് ശേഷം പറയുന്നുണ്ട്, സച്ചി നീ ഇവളെയും കൂട്ടിക്കൊണ്ടൊന്ന് പുറത്തേക്ക് പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രവി അവിടുന്ന് പോവാണ്. രവി പോയി തൊട്ട് പുറകെ തന്നെ രേവതി സച്ചിയേട്ടൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി ഭയങ്കര ഉത്സാഹത്തോട് തന്നെ രേവതിയുടെ മുൻവശത്തേക്ക് വന്നേക്കാണ്. എന്നിട്ട് പറയുന്നത്, അച്ഛൻ പോയി വേഗം താ, ഒരു ഉമ്മ എനിക്ക് താ എന്ന് പറയുമ്പോഴത്തേക്കും അതെ ഞാൻ വിളിച്ച മറ്റൊന്നിനും വേണ്ട, നിങ്ങൾ ഷർട്ടിന്റെ ബട്ടൺസ് ഷർട്ടിന്റെ എങ്ങനെ ചുളുങ്ങിയിരിക്കുന്നതെന്നൊക്കെ നമ്മളെ രേവതി ചോദിക്കുന്നുണ്ട്. കാരണം രേവതിക്ക് ചെറിയൊരു സംശയം കേട്ടോ, പോയി ഗജാനന്ദനൊക്കെ പൊട്ടിച്ചിട്ടാണോ സച്ചി വരുന്നത് എന്നുള്ളൊരു സംശയം. അപ്പൊ രേവതിയുടെ ചോദ്യങ്ങൾ കേൾക്കുന്ന നേരത്തെ സച്ചി ഒന്ന് പതറുന്നുണ്ട്. എന്നിരുന്നാലും പറയുകയാണ്, ഷർട്ടിന്റെ ബട്ടൺസ് ഇപ്പൊ വീൽ ചെയർ എടുത്ത സമയത്ത് പൊട്ടിയതാണ്, മാത്രമല്ല ഷർട്ടൊന്നും മര്യാദയ്ക്ക് തേക്കാനും സാധിച്ചില്ല. എന്റെ രേവതി നീ എന്തിനും ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിന്നെ കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാണ്. എന്നിരുന്നാലും രേവതിയുടെ ചോദ്യങ്ങളെല്ലാം തന്നെ സച്ചിനെ വല്ലാതെ തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ രവി മുൻവശത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന അച്ഛമ്മയെ കാണുമ്പോൾ തന്നെ രവി ഓടി ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വണ്ടിക്കാശൊന്നും കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാമെന്ന് പറയുമ്പം എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് അച്ഛമ്മ ദേഷ്യത്തോട് പറയാൻ കേട്ടോ. അമ്മ ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ എന്ന് രവി മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം കലാവതി അമ്മയുടെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ച് കൈ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കലാവതി അമ്മ അകത്തേക്ക് കയറിപ്പോട്ടെ. ആ ഒരു സമയത്ത് രവി അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റി, അമ്മ എന്താ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന നേരത്ത് വേഗം തന്നെ രവിയുടെ ചെവിയിലേക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട്, രേവതി മോൾക്ക് ആക്സിഡന്റ് ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാൻ ലേറ്റായിരുന്നു, നിന്നോട് ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്ത് സംഭവിച്ചാലും എന്നോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അമ്മ പറയുന്ന പോലെ ഒന്നും സംഭവിച്ചില്ല, രേവതി മോളുടെ കാലിൽ ചെറിയൊരു സ്ക്രാച്ച് ഉള്ളൂ, അത് 6 ആഴ്ച റെസ്റ്റ് കൊണ്ട് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാലിന്റെ എല്ലിന് പൊട്ടലുള്ളത് പിന്നെ അപകടം തന്നെയല്ല, 6 ആഴ്ച റെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പാടില്ലേ എന്നൊക്കെ നമ്മുടെ കലാവതിയമ്മ പറയുന്നത് കേട്ടോ. അങ്ങനെ വളരെയധികം ദേഷ്യത്തോടുകൂടി തന്നെയാണ് അച്ഛമ്മ അകത്തേക്ക് ചെല്ലുന്നത്. അവിടെ നേരെ ചെല്ലുന്ന രേവതിയുടെ അടുത്തേക്കാണ്. രേവതി ആണെങ്കിൽ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് അച്ഛമ്മയെ കാണുന്നത്. അച്ഛമ്മയെ കാണുമ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അച്ഛമ്മയാണെങ്കിൽ എൻ്റെ മോക്കിൽ എന്താ പറ്റിയതെന്ന് പറഞ്ഞത് സങ്കടപ്പെട്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് രേവതി പറയുന്നത്, അച്ഛമ്മ ഉദ്ദേശിച്ച പോലെ തന്നെ ഒന്നും തന്നെ ഇല്ല, എനിക്ക് 6 ആഴ്ച റെസ്റ്റ് കൊണ്ട് എല്ലാം മാറി കിട്ടും, പിന്നെ ഓടി നിൽക്കുന്നവർക്ക് എപ്പോഴെങ്കിലൊക്കെ ചെറിയ റെസ്റ്റ് വേണ്ട അച്ഛമ്മ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഈ വീൽ ചെയറിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ നിന്റെ ഈ സംസാരം കേട്ടിട്ട് എന്ന് പറയുകയാണ് കേട്ടോ. ആ ഒരു സമയത്താണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. രവി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല അമ്മ, അവർക്ക് ഇവിടെ നടന്ന് പണികളൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞില്ല അമ്മ
ചോദിക്കുന്ന ഒന്നും തന്നെ ഇല്ല. കണ്ടില്ലേ രേവതി മോളെ എന്ന് രവി പറയുന്ന നേരത്ത് നീ ഒന്നും പറയാൻ നിൽക്കേണ്ടതേ, ഇവിടെ തന്നെ ഇരുത്തി അങ്ങനെ ശരിയാവും, അവൻ എന്തേ സച്ചി എന്തേ എന്ന് ചോദിക്കുന്ന നേരത്ത് സച്ചിയേട്ടൻ അച്ഛമ്മ വരുന്നത് കണ്ടുകൊണ്ട് ഓടി ബാത്റൂമിൽ കയറിയിരിക്കുന്നതാണ്. അച്ഛമ്മയെ പേടിച്ചിരിക്കുന്ന അപകടത്തെപ്പറ്റി അച്ഛമ്മയോട് സച്ചിയേട്ടൻ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛമ്മ സച്ചിയേട്ടൻ നല്ലത് കൊടുക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് സച്ചിയേട്ടൻ മനഃപൂർവ്വം തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാത്തതാണ് എന്നൊക്കെ രേവതി പറയുന്ന നേരത്ത് ഓഹോ അങ്ങനെയാണല്ലേ, എടാ സച്ചി വാതിൽ തുറക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഡോറിലേക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ തന്നെ അച്ഛമ്മ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവധി അമ്മയെ കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നല്ലൊരു തല്ല് വെച്ചു കൊടുക്കണ്ട. ആ സമയത്ത് സച്ചി പറയുന്നത് എന്തിനാ അച്ഛമ്മ എന്നെ തല്ലിയത് എന്ന് ചോദിക്കുന്ന നേരത്ത് നീ എന്താ രേവതി മോക്ക് ആക്സിഡന്റ് ഉണ്ടായ കാര്യം പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നു കേട്ടോ. അച്ഛമ്മ പെട്ടെന്ന് തന്നെ സച്ചി പറയും ഞാൻ മാത്രമല്ലോ ഇവിടെ അച്ഛനും ഉണ്ടായിരുന്നില്ല, അച്ഛനും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തരാനുള്ളത് ഞാൻ ആദ്യമേ തന്നെ മേടിച്ചു എന്ന് രവി പറയുന്നുണ്ട്. അച്ഛനെ കിട്ടി എന്നാ പിന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്ത് അച്ഛമ്മ പറയുകയാണ് ഇവിടെ തന്നെ ഇരുത്തി എങ്ങനെ ശരിയാവാ, നല്ല ശുദ്ധമായി ലഭിക്കണ്ടേ, മോളെ ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് കലാവതിയമ്മയായിട്ട് രേവതിനെ കൊണ്ട് പുറത്തേക്ക് ചെല്ലുന്നത്. ആ ഒരു സമയത്ത് രേവതിനെ ഈ ഒരു അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്. ഈ നേരത്തെ രവിയും സച്ചിയും പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരാൾ സംശയം ഉണ്ടാകും, അയാളുടെ പേര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഗജാനന്ദൻ എന്നാണ് അവന്റെ പേര്, അവനൊരു പലിശക്കാരനാണ്. അവൻ നേരത്തെ രേവതിയുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അവർ നല്ല രീതിയിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടു സച്ചി പറയുന്ന നേരത്തെ അച്ഛമ്മ സച്ചിയെ തന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി ഒന്ന് പതറുകയാണ് കേട്ടോ. എന്നാൽ രേവതിയും ആകട്ടെ അച്ഛമ്മയുടെ നോട്ടം കാണുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി തന്നെ നിൽക്കാണ്ട്. കാരണം സച്ചിനെ വഴക്ക് പറഞ്ഞ് ശരിയാക്കും എന്നൊരു മട്ടിലാണ് ഇവർ നിൽക്കുന്നത്. ആ ഒരു സമയത്ത് അച്ഛമ്മ വേഗം തന്നെ ചിരിച്ചതിന് ശേഷം പറയുന്നുണ്ട് മോനെ സച്ചി അതെനിക്ക് ഇഷ്ടപ്പെട്ടു പോയി, ന്യായമില്ലാത്ത കാര്യത്തിന് ആരെന്ത് ചെയ്താലും അവർക്കുള്ളത് അപ്പം തന്നെ കൊടുത്തു വിടുന്നത് നല്ലൊരു സ്വഭാവമാണെന്ന് അച്ഛമ്മ പറയുന്ന നേരത്ത് സച്ചിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ രവിയും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ സച്ചിയെ വളർത്തിരിക്കുന്നത് അച്ഛമ്മയല്ല, മത്തം നട്ടാ കുമ്പളം മുളക്കില്ലല്ലോ എന്ന രീതിക്ക് തന്നെ ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അതിനുശേഷം സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ അവൻ ജയിലിലായിരുന്നു ഇത്ര നാൾ, ഇപ്പൊ ജയിലിൽ നിന്ന് വന്നിട്ട് വീണ്ടും പിരിവിന് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ നാട്ടുകാർ അവന് പുല്ല് വില നൽകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിന് രേവതിയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം രേവതിനെ അപകടപ്പെടുത്തുമെന്ന് ഇവൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനാകാനാണ് സാധ്യത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മയുടെ തോളിലേക്ക് കൈയിട്ടുകൊണ്ടാണ് സച്ചി സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് കൈ തട്ടി മാറ്റിയതിന് ശേഷം സച്ചിനെ ഉന്തി വിടാണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ വളർത്തിയ സച്ചിയാണോ അതോ ചന്ദ്ര വളർത്തിയ സുധിയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സച്ചി പറയുന്നത് അച്ഛമ്മ വളർത്തിയ സച്ചി, എന്താ അച്ഛമ്മ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ വളർത്തിയ സച്ചിയാണ് ഇങ്ങനെയൊന്നുമില്ല, അവന്റെ കൈയും കാലും ഒടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടിടണമായിരുന്നു എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോഴത്തേക്ക് എന്റെ അച്ഛമ്മയൊന്നും മിണ്ടായിരിക്കും, ഞങ്ങൾ എങ്ങനെ ഒരു സച്ചിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അച്ഛമ്മ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛമ്മയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഗജാലിനെ കൈകാര്യം ചെയ്യണം എന്ന രീതിക്ക് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നേരത്തെ രവി പറയുന്നത് നീ ഇങ്ങോട്ട് വന്നേ, നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ചിലപ്പോൾ ഈ അമ്മയുടെ സംസാരം കേട്ടുകൊണ്ട് നീ ഗജാനന്ദന്റെ വീട്ടുകാർ വരെ പോയി തല്ലുമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇതേ സമയം തന്നെ രേവതി പറയുന്നത് അച്ഛമ്മ എന്താ അച്ഛമ്മ ഇങ്ങനെ പറയുന്നത്, സച്ചേനെ അല്ലാതെ തന്നെ അയാൾക്കിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, സച്ചേനെ സാധാരണ മട്ടിലൊന്നും അല്ല ഇന്ന് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ അങ്ങനെയാണ്, ഞാൻ വളർത്തിയ എൻ്റെ സച്ചിമോനാണ്, അവൻ തെറ്റായി എന്ത് കണ്ടാലും അതിന് പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കൂട്ടത്തിൽ തന്നെ പറയുന്നത് മോളെ ഒരു ഗതി കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് സഹിക്കാനാവുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി വീൽ ചെയറിന്റെ ചോട്ടിലേക്കായിട്ട് ഇരിക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് അച്ഛമ്മ എന്തേ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മോളുടെ കാലിന്റെ അസുഖം എത്രയും വേഗം ഭേദമാകണമെന്നാണ് അച്ഛമ്മയുടെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ രേവതിയുടെ കാലിലേക്ക് തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.